ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് വൈക്കത്താണ്. നമ്മുടെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വൈക്കത്താണ്. എൻ്റെ തൊട്ട് പുറകിലാണ് നമ്മുടെ വൈക്കം മഹാദേവ ക്ഷേത്രം. നമ്മുടെ ആ ക്ഷേത്രത്തിന് അവിടെ നിന്നുള്ള ജെട്ടിയിലേക്കുള്ള റോഡാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, അതുപോലെ ബോട്ട് ജെട്ടി, അവിടെയൊക്കെയാണ് നമ്മളിന്ന് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പോകുന്നത്. Kamu boleh lakukan nak kita apa macam foto. Gracias. ഇവിടെ നമുക്ക് ചെറിയൊരു റിഫ്ലക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു ലൊക്കേഷനിലേക്കാണ്. ഒരു മീൻകാരി ചേച്ചി നടന്നു വരുന്നോട്ട് നമുക്ക് ചുമ്മാ ചോദിച്ചു നോക്കാം. ചേച്ചി ഫോട്ടോ എടുത്തോട്ടെ ചാനൽ, യൂട്യൂബ് ചാനലുണ്ടോ? അതിനോട് എടുത്തോണ്ടിരിക്കുക. ചുമ്മാ എടുക്കാനാ, സ്ട്രീറ്റ് എടുക്കണേ. ചേച്ചി നടന്നു പോയാ എടുത്തോളാം. TV അല്ല, യൂട്യൂബ് ചാനൽ വരും. എന്നാ ചേച്ചി നടന്നു പോരാ എടുത്തോളാം. കിട്ടിയിട്ട് കാണണോ? യൂട്യൂബ് ചാനലല്ലേ? യൂട്യൂബിൽ വരാനുള്ള പാചകമല്ല, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയാണ്. നമുക്ക് എന്തായാലും KSRTC ബസ് സ്റ്റാൻഡ് വരെ നടന്നു നോക്കാം. കുറേ നാൾ കൂടി ഈ സാധനം എടുക്കുന്നതുകൊണ്ട്, സ്ട്രീറ്റ് എടുക്കുന്നതുകൊണ്ട് എനിക്ക്
ചെറിയൊരു സമാഗമം കൂടി ഉണ്ട്, അതാണ് പ്രശ്നം. നമ്മളിപ്പോൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടാ, അപ്പൊ അതിന്റെ ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എടുത്തു. നിങ്ങളൊന്നു ഇങ്ങനെ പോസ് ചെയ്യണ്ട, ചുമ്മാ നിന്നാ ഞാൻ എടുത്തോളാം. അരുൺ സോമൻ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അരുൺ സോമൻ നോക്കി കിട്ടുവാ? ആ കിട്ടും ചേട്ടൻ എടുത്തു. ഡോക്യുമെന്ററി അല്ല, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയാണ്. സ്ട്രീറ്റുകൾ ഇങ്ങനെ ഫോട്ടോ എടുക്കണ. ഫോട്ടോ മാത്രം ചേട്ടൻ നോക്കി അറിയാം. എന്റെ വീട് പിറവം. അരുൺ സോമൻ. സെർച്ച് ചെയ്ത് അത് തന്നെ ലാസ്റ്റ് മട്ടാഞ്ചേരിയിൽ എടുത്തിട്ടുണ്ട്. തൃപ്പൂണിത്തുറ അവിടെ നമ്മൾ പോയി ഇങ്ങനെ എടുക്കണതാ. അതല്ല ഏറ്റവും മുകളിൽ കാണുന്നത്. അതെ, ഇവിടെ സബ്സ്ക്രൈബ് എടുത്തരേ. ഇതെല്ലാം എന്റെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ അത് കുഴപ്പമില്ല, ഇതാണ് എല്ലാ വീഡിയോസും വരികയത്. ഇതെല്ലാം എന്റെ വീഡിയോസാ. അപ്പൊ ഓക്കെ. അമ്പലത്തിൽ പോയില്ല, അവിടുന്ന് തുടങ്ങിയേ. ബൈക്കിന് വന്ന ഇപ്പൊ നടന്നു വന്നെയാണ് അമ്പലത്തിന് അവിടെ നിന്ന് വെച്ചിട്ട്. അമ്പലത്തിൽ കയറില്ല, അവിടെ വെച്ചിട്ട് വണ്ടി വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. അഷ്ടമിക്ക് വരുന്നുണ്ട് ഞാൻ എന്തായാലും. ശരി. ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഫോട്ടോ എടുത്തോട്ടെ. ചെയ്തോണ്ട് ഞാൻ എടുത്തോളാം. നിന്നോന്നു യൂട്യൂബ് ചാനലുണ്ടോ അതിൻ്റെ? ഓക്കെ, ഈ ചേട്ടനൊന്ന് എടുത്തോട്ടെ. അതാണ് ചേട്ടാ ചെയ്തോണ്ടിരുന്നു. ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്ത നല്ലത്. അതിന്റെ ആ ഉദ്ദേശ ശുദ്ധി മനസ്സിലായ എന്നത് ഇത് യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്തേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന. ഒരു KSRTC പൊളിഞ്ഞു കിടപ്പുണ്ട്. നമുക്കൊരു മീൻകാരി ചേച്ചി വരുന്നുണ്ട്. സൈഡിൽ നിന്ന് ആ ചേച്ചിനെ കൊണ്ടെടുത്ത് നോക്കാം. ചേച്ചിയുടെ പുറകിൽ നിന്നും കൂടെ ഒരു പിക്കാം.
നമ്മൾ പിന്നെയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തി. അവിടെ ഒരു ചേച്ചി ക്ലീൻ ചെയ്യുന്നുണ്ട്. കിടിലം പിക്കാണ്. ആ പച്ചപ്പെല്ലാം കൂടെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഉച്ചയോടെ ഒന്ന് ലോ ആംഗിളിൽ പോയി നോക്കാം. നമ്മളിപ്പോൾ വന്ന വഴി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഫുള്ള് ചേച്ചിമാർ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ചേട്ടൻ 2 ഫോട്ടോ എടുത്തോളൂ ചേട്ടൻ്റെ. ചുമ്മാ യൂട്യൂബ് ചാനലാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന, ഞാൻ എടുത്തോളാം. ഓക്കെ, ബ്രോ മഴ പെയ്തു ബ്രോ. നമ്മളിവിടെ കയറി നിൽക്കുവാണ് എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും ഒരു ഓപ്പൺ ആയിട്ട് റോഡുള്ള സ്ഥിതിക്ക് നമുക്കൊരു പാനിങ് ചെയ്ത് നോക്കാം. പാനിങ്ങിന് വേണ്ടി നമുക്ക് ആദ്യം ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യണം. ക്യാമറ നമ്മുടെ ഷട്ടർ സ്പീഡ് ഒരു 60ലേക്ക് കൊണ്ടുവരാം. അപ്പർച്ചർ നമുക്ക് കുറച്ച് കയറ്റാം. ഇപ്പം നമ്മൾ ഏകദേശം പാനിങ്ങിന് സെറ്റായിട്ടുണ്ട്. ഇനി ഒരു വണ്ടി വന്നാൽ മതി. ഇവിടെ 2 പയ്യന്മാർ വരുന്നുണ്ട്. എടുത്തില്ല, ഒന്നോ നോക്കാം. നമുക്ക് ഷട്ടർ സ്പീഡ് കുറച്ചുകൂടെ കൂട്ടാം. നമുക്കൊരു 100ലേക്ക് ഇട്ട് നോക്കാം. ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. നമുക്ക് വെട്ടിക്കൽ വെച്ചിട്ടൊന്ന് പ്ലാൻ ചെയ്ത് നോക്കാം. ഓട്ടോ ഫുള്ളായിട്ട് കിട്ടിയില്ല, ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം. ഷട്ടർ സ്പീഡ് നമ്മൾ പിന്നെയും കുറയ്ക്കോട്ടെ. നമ്മൾ 60ലേക്ക് തന്നെ കൊണ്ടുവരുവാണ്. ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഓക്കെ, അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമിൽ ഫില്ലായിട്ടില്ല. ഒരു ബൈക്ക് വരുന്നുണ്ട്. ആ ബൈക്കിൻ്റെ ഒരു പണി കൊടുക്കാം. മഴ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് നൈസായിട്ടൊന്ന് ഇറങ്ങി നടന്നു നോക്കാം.
നമ്മളെന്തായാലും നമ്മൾ അമ്പലത്തിനോട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. എന്തായാലും നമുക്ക് നടക്കാം. ഇത് കൊണ്ടെടുക്കട്ടെ കൊണ്ടെടുക്കട്ടെ. ക്യാമറ നോക്കണ്ട. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. വൈക്കത്തെ ചിത്രങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഇത് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.